അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിൻ്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിൻ്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ചു തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിൻ്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ചാഹ്ലാദിക്കാം. എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. അവൻ്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് വച്ച് സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം കേട്ടു. അവനൊരു വേലക്കാരനെ വിളിച്ചു കാര്യം തിരക്കി. വേലക്കാരൻ പറഞ്ഞു, നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു. അവനെ സസുഖം തിരിച്ചു കിട്ടിയതുകൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചു. പിതാവ് പുറത്തു വന്ന് അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ, എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസി വേല ചെയ്യുന്നു. ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എൻ്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല. എന്നാൽ വേശ്യകളോട് കൂട്ടുചേർന്ന് നിന്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച നിന്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവന് വേണ്ടി നീ കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. അപ്പോൾ പിതാവ് പറഞ്ഞു, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്. ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. എന്തെന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, അവനിപ്പോൾ ജീവിക്കുന്നു. നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. അച്ഛാ, പീറ്റർ, നീ പീറ്റർ അല്ലേ? അതെ. നീ ജയിലിൽ നിന്ന് ഇറങ്ങിയോ അതോ? ഇന്നെൻ്റെ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി. നീ എന്തിനാ ഇവിടെ വന്നത്? സ്നേഹമയിയായ ഭാര്യയെയും നിഷ്കളങ്കയായ മകളെയും കൊന്ന നിനക്ക് ഈ പരിശുദ്ധ ദേവാലയത്തിൽ എന്ത് കാര്യം? അന്ന് ഞാനും ആത്മഹത്യക്ക് ശ്രമിച്ചതായിരുന്നു. പക്ഷേ അറിയാം, നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി? ഒന്നും വേണമെന്ന് വെച്ചല്ല, ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും പലപ്പോഴും സുബോധത്തോടെ ആയിരുന്നില്ല. പഠിപ്പ് മുഴുവനാക്കാതെ ജോലിക്ക് വേണ്ടി അലഞ്ഞ് ഞാൻ ചെന്നപ്പെട്ടത് വണ്ടിപ്പിടുത്തക്കാരുടെ കൂട്ടത്തിലാണ്. അവിടുന്ന് വളർന്ന് കൊട്ടേഷൻ ടീമിൻ്റെ തലവനായി. കൂട്ടിന് മദ്യവും മയക്കുമരുന്ന് മടങ്ങിയ ലഹരിയുടെ ലോകം.
നീ കൊലപ്പെടുത്തിയ ആരുടെയോ ഒരു മകൾക്ക് നീ ജീവിതം കൊടുത്തു എന്നറിഞ്ഞപ്പോൾ എനിക്ക് ആശ്ചര്യം തോന്നി. എന്നിട്ടും അവൾക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. അവളുടെ അപ്പനെ കൊന്നത് ഞാനാണെന്നുള്ള അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞപ്പോ അവളെ പ്രതികരിച്ചപ്പോ എങ്ങനെ കൊലയാളി ഉണർന്നു. ഞാൻ അവളെ കൊന്നു വച്ചു. എനിക്കത് കൊമ്പ സാധിക്കണം. പീറ്റർ, നീ സത്യമാണോ പറയുന്നത്? അതെ അച്ഛോ, എനിക്ക് കൊമ്പ സാധിക്കണം. കർത്താവേ, നല്ല സന്തോഷമുള്ള ദിവസമാണ്. ജീവിതത്തിൽ വലിയൊരു പാപിയായിരുന്ന ഒരു മകൻ നിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വന്ന ദിവസം. നിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വന്ന ദിവസം. ദൈവമേ, നിനക്ക് ഞാൻ നന്ദി പറയുന്നു. നീ പത്രോസിനോട് പറഞ്ഞില്ലേ, ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടുമെന്ന്. ഈശോ, ഞാനതറിയുന്നു. നീ എനിക്ക് നൽകിയ ഈ പൗരോഹിത്യത്തിലൂടെ ധാരാളം മക്കളെ നിൻ്റെ സ്നേഹത്തിലേക്ക് വരുത്താൻ കഴിഞ്ഞതിന് ഒത്തിരി നന്ദി പറയുന്നു ഈശോയെ. എന്തൊരു സന്തോഷമാണ് കർത്താവ് അവൻ്റെ മുഖത്ത്. നീ പറഞ്ഞില്ലേ, നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തുമ്പോൾ സ്വർഗത്തിലെ സന്തോഷം. ഞാൻ ഇന്ന് അവൻ്റെ മുഖത്ത് കണ്ടു. അത് വലിയൊരു ആനന്ദം. പാപം ചെയ്ത് ദരിദ്രനായി എല്ലാം നഷ്ടപ്പെട്ട് എങ്ങനെയാ അപ്പച്ചൻ്റെ മുഖം നോക്കുക എന്ന് വിചാരിച്ച് വിഷമിച്ചു കഴിഞ്ഞ മകനെ പെട്ടെന്ന് തോന്നിയ സുബോധം. നിന്റെ വലിയ സ്നേഹമല്ല അതിന് കാരണം. അവൻ്റെ ഏറ്റുപറച്ചിൽ വരുത്തിയ മാറ്റം. എന്തൊരു സന്തോഷമായിരുന്നു ആ വീട്ടിൽ. കാത്തിരുന്ന പിതാവ് ഓടിച്ചെന്ന് മനസ്സലിഞ്ഞ് കെട്ടിപ്പിടിച്ച് വിരുന്നൊരുക്കിയ സന്തോഷം. ഓരോ കുംഭസാരത്തിലും ഈശോയെ നീ സദ്യ ഒരുക്കുക, പുതുവസ്ത്രമണിയിക്കുക,
കൊഴുത്ത കാളക്കുട്ടിയെ കൊല്ലുക, ആ സന്തോഷം ഈശോയെ ഞങ്ങൾ അറിയുന്നു. നിന്റെ വലിയ സ്നേഹം ഞാൻ കാണുന്നു. ധാരാളം പേർക്ക് സന്തോഷം നൽകുന്ന, സമാധാനം നൽകുന്ന ആ പാപമോചനത്തിൻ്റെ കൂദാശ ഈശോയെ എത്രയോ വിലപ്പെട്ടതാണെന്ന് ഞാനിപ്പോൾ അറിയുന്നു. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞ് ഈശോയെ നീ ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തിയ നല്ല ഇടയനാണ്. 100 1 പോയാൽ പോകട്ടെ എന്ന് വയ്ക്കാതെ പിന്നാലെ വന്ന് മകനെ തിരിച്ചു വരിക, ഞാൻ നിന്നെ കാത്തിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ വലിയ സ്നേഹം ഒരിക്കലും ഈശോയെ എനിക്ക് മറക്കാനാകില്ല. മുഖത്തു നോക്കാൻ കഴിയാതെ കൂനുള്ള സ്ത്രീയെപ്പോലെ അഭിമാനം നഷ്ടപ്പെട്ട് പാപഭാരത്താൽ സമൂഹത്തിലും കുടുംബത്തിലും എൻ്റെ വില പോയപ്പോൾ നീ മാത്രമാണ് ഈശോയെ എന്നെ നേരെ നിർത്തിയത്. വളരെ നാളുകളായി പാപം ചെയ്ത് എനിക്കിനി രക്ഷയുണ്ടോ എന്ന് പോലും സംശയിച്ച എൻ്റെ ജീവിതത്തിൽ ബെത്സദാ കുളക്കരയിൽ വർഷങ്ങളോളം രോഗിയായി കിടന്ന ആ മകന് സുഖം കൊടുത്തിയ ഈശോയെ നീ എനിക്ക് സുഖം തരുമെന്ന് എനിക്ക് ഉറപ്പാണ്. എന്നെ സുഖപ്പെടുത്തുന്ന ഉറപ്പാണ്. ആരൊക്കെ എനിക്ക് മുൻപേ പോയി കുളത്തിലിറങ്ങിയാലും അയക്കപ്പെട്ട നിൻ്റെ സ്നേഹത്തിലേക്ക്, കരുണയിലേക്ക് ഈശോയെ എന്നെ നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഈശോയെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കുറ്റബോധം, പാപം മൂലമുണ്ടായ മാനസിക ക്ലേശം എനിക്ക് ഓർമ്മിക്കാൻ കഴിയുന്നില്ല. ഉറക്കമില്ല, മനസ്സിൽ വല്ലാത്ത ഭാരം. ആ സമയത്തൊക്കെ ഞാൻ കഴിച്ച എൻ്റെ വല്ലാത്ത വേദന, ഒറ്റപ്പെടൽ, ഇതൊക്കെ എന്നേക്കാൾ കൂടുതൽ മനസ്സിലാക്കിയവനാണ് നീ. ഈശോയെ ഞാനൊന്ന് പാപങ്ങളേറ്റു പറയുമ്പോൾ എനിക്ക് നഷ്ടമായ സമാധാനം, എനിക്ക് നഷ്ടമായ സ്നേഹം, ഞാൻ അനുഭവിച്ച ഒറ്റപ്പെടൽ, ഈശോ എന്തൊരു വ്യത്യാസമാണ് ഈശോ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. നിൻ്റെ സാന്നിധ്യവും നിൻ്റെ സമാധാനവും നീ എനിക്ക് തരണമേ ഈശോയെ. ഓരോ പാപമോചന കൂദാശയിലൂടെയും ഈശോയെ നിൻ്റെ സമാധാനം ഞാൻ അറിയുന്നു. മറ്റുള്ളവർ എന്നെ എങ്ങനെ കാണും? പഴി പറയില്ലേ? എന്നെ പരിഹസിക്കില്ലേ എന്നൊക്കെ ഞാൻ വളരെയധികം ആവലാതിപ്പെട്ടു. അപ്പോഴൊക്കെ കണക്ക് നോക്കാതെ ഞാനും നിന്നെ വിധിക്കുന്നില്ല, മേലിൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് സാന്ത്വനപ്പെടുത്തുന്ന, ആശ്വസിപ്പിക്കുന്ന നിൻ്റെ വലിയ കാരുണ്യം ഞാൻ അറിയുന്നു ഈശോയെ. ശിമയോൻ്റെ വീട്ടിൽ നീ വിരുന്നിന് പോയപ്പോൾ അങ്ങ് വാതിൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്ന മാഗ്ദലേൻ, അവൾക്ക് വളരെ വിഷമമുണ്ടായിരുന്നു, നാണമുണ്ടായിരുന്നു ആ സമൂഹത്തിലേക്ക് വരാൻ. എല്ലാവരും വലിയ ആളുകളാണ്, ഞാൻ മാത്രം ഈ പാപി. പക്ഷെ നീ എന്തു പറഞ്ഞു? എന്താണ് മകളെ നിനക്ക് വേണ്ടത്? അവൾ നിലവിളിച്ചു, നിൻ്റെ പാദത്തിങ്കൽ കരഞ്ഞ് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ തൈലം മുഴുവൻ പുരട്ടി അനുതപിച്ചപ്പോൾ ഈശോയെ നീ അവളോട് കാട്ടിയ കാരുണ്യം, അവളുടെ അനുതാപത്തിന് നീ കൊടുത്ത ഫലം ഈശോയെ ഒത്തിരി സന്തോഷമുള്ള ഓർമ്മകൾ തരുന്ന ഈശോയെ. പണത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പരക്കം പായുമ്പോൾ 4 ഇരട്ടിയായി പങ്കുവെച്ച് നിൻ്റെ സ്നേഹം ശരിക്കും അനുഭവിച്ച സക്കേവൂസ്, കർത്താവെ എന്തൊരു വലിയ കാത്തിരിപ്പാണ് നീ ഞങ്ങൾക്ക് വേണ്ടി നടത്തുന്നത്. പാപം തരുന്ന അടിമത്തം, ഭാരം വല്ലാത്തതാ, ശരിക്കും മരണമാണ്. ഒറ്റപ്പെടലിൻ്റെ മരണം, സമൂഹത്തിൽ നിന്ന് പുറത്തായതിൻ്റെ വിഷമം, കുറ്റബോധത്തിൻ്റെ ഭാരം. പക്ഷേ ഈശോയെ അപ്പോഴൊക്കെ ഞാൻ അന്ന് എൻ്റെ പാപങ്ങളേറ്റ് പറഞ്ഞപ്പോൾ, അനുതപിച്ചപ്പോൾ, നീ എൻ്റെ പുത്രനാണ്, നീ എൻ്റെ പുത്രിയാണ് എന്ന് എന്നെ ഓർമ്മപ്പെടുത്തിയ എന്തൊരു നല്ല സമയം. ഈശോയെ ഒത്തിരി സന്തോഷമുണ്ട്. മനസ്സിൻ്റെ ഭാരം നീക്കി ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സന്തോഷം തരുന്ന സമയങ്ങൾ. നിൻ്റെ കിടക്കയും എടുത്ത് നീ നടക്കുക, നിൻ്റെ പാപങ്ങൾ ഞാൻ മോചിച്ചിരിക്കുന്നു. ഈശോയെ നീ രണ്ടും പറഞ്ഞില്ലേ?
പാപം വരുത്തുന്ന രോഗങ്ങൾ, ശരീരത്തിൽ വരുന്ന ദൗർബല്യങ്ങൾ, ഈശോയെ നീ എല്ലാം കണ്ടറിഞ്ഞു, എല്ലാം മനസ്സിലാക്കി ഞങ്ങളെ പ്രബോധിപ്പിച്ചു. ഈശോയെ സുഖപ്പെടുത്തണമേ, ആശ്വസിപ്പിക്കണമേ, ധൈര്യം നൽകണമേ, ആത്മവിശ്വാസം തരണമേ. നിന്റെ കുമ്പസാരം എനിക്ക് തരുന്ന സമാധാനം വളരെ വലുതാണ്. ധൂർത്തപുത്രനെ സ്വീകരിക്കാൻ സ്നേഹം ധൂർത്തടിച്ച പപ്പയെപ്പോലെ ദൈവമേ നീ എന്നെ കാത്തിരിക്കുക. വിരുന്നൊരുക്കി, പുതുവസ്ത്രമൊരുക്കി. ആത്മീയ ആനന്ദത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം അതാണ്. നിനക്ക് ഞാൻ നന്ദി പറയുന്നു ഈശോയെ. എന്നെ നീ ക്ഷണിച്ചതിന്, എന്നെ കാത്തിരുന്നതിന്, എനിക്ക് വേണ്ടി വിരുന്നൊരുക്കിയതിന്, എന്നെ അന്വേഷിച്ചിറങ്ങിയതിന്, എനിക്ക് വേണ്ടി ഒത്തിരി നൊമ്പരങ്ങൾ നീ സഹിച്ചു. എൻ്റെ പാപത്തിൻ്റെ ഭാരം നീ വഹിച്ചു. എനിക്കുണ്ടായ സൗന്ദര്യക്കുറവ് നീ വീണ്ടെടുത്തു. പീഡകളിലൂടെയും മാനസിക ക്ലേശങ്ങളിലൂടെയും ഈശോയെ നീ എന്നെ സുഖപ്പെടുത്തുകയായിരുന്നു. മനുഷ്യന് വേണ്ടി, എനിക്ക് വേണ്ടി നീ തന്ന ആ വലിയ സ്നേഹത്തെ ഈശോയെ ഞാൻ ഓർക്കുന്നു. എൻ്റെ ആത്മാവിനെ കഴുകി വെടുപ്പാക്കിയതിന്, എൻ്റെ മനസ്സിന് ശാന്തത നൽകിയതിന്, എൻ്റെ ശരീരത്തിന് സൗഖ്യം തന്നതിന്, ദൈവമേ എന്നെ നിൻ്റെ പുത്രനാക്കിയതിന്, സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ ഇടവരുത്തിയതിന് ഈശോയെ നിനക്ക് 1000 നന്ദി പറയുന്നു. ഒരിക്കലും നിൻ്റെ ഈ സ്നേഹത്തിൽ നകന്നു പോകാൻ ഇടവരുത്തരുത്. ആഗ്രഹിക്കുന്നതല്ല പലപ്പോഴും ഞാൻ ചെയ്യുന്ന ഈശോയെ. എൻ്റെ ഉള്ളിലുള്ള പാപസാന്നിധ്യം പലപ്പോഴും എന്നെ ഇനിയും വീഴ്ത്തും. എങ്കിലും കർത്താവേ നിൻ്റെ സംരക്ഷണം എനിക്ക് തരണമേ, നിൻ്റെ കാവൽ എനിക്ക് തരണമേ. എൻ്റെ ജീവിതപാതയിൽ നീ നേർവഴി കാട്ടണമേ. അങ്ങനെ രോഗത്തിൽ നിന്ന്, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന്, വേദനയിൽ നിന്ന്, ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളിൽ നിന്ന് കർത്താവേ നീ വീണ്ടെടുത്ത് രക്ഷിച്ചു. നിൻ്റെ വലിയ സ്നേഹത്തെ ഞാൻ പ്രകീർത്തിക്കുന്നു. ധാരാളം മക്കൾ നിൻ്റെ ഈ സ്നേഹത്തിലേക്ക്, കാരുണ്യത്തിലേക്ക് കടന്നു വരാൻ ഈശോയെ ഇടവരുത്തണമേ. ഞാൻ എന്തുമാത്രം അകന്നു പോയാലും നീ എന്നെ കാത്തിരിക്കുന്നു എന്ന സത്യം എന്നെ ഓർമ്മപ്പെടുത്തണമേ. ഞാൻ എന്തുമാത്രം തിന്മ ചെയ്താലും കണക്കുകൾ മറന്നുപോകുന്ന നിൻ്റെ വലിയ സ്നേഹത്തെ എന്നെ ഓർമ്മപ്പെടുത്തണമേ. എൻ്റെ ബലഹീനതയിൽ കർത്താവേ നീയാണ് ശക്തി. എൻ്റെ തളർച്ചയിൽ നീയാണ് എനിക്ക് ഉന്മേഷം. ഞാൻ തളർന്നിരിക്കുമ്പോൾ ഈശോയെ അങ്ങ് എൻ്റെ അടുത്ത് വരയണമേ. പൗരോഹിത്യത്തിലൂടെ പാപമോചനത്തിൻ്റെ ഈ കൂദാശ വഴി എൻ്റെ ദൈവമക്കൾക്ക് നിൻ്റെ കാരുണ്യവും സ്നേഹവും വാത്സല്യവും മനസ്സിലാക്കാൻ ഈശോയെ ഇടവരുത്തണമേ. നിന്നിൽ നിന്ന് മനസ്സറിഞ്ഞ് അകന്നു പോകുന്നവർ, ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടവർ, പലപ്പോഴും ജീവിതത്തിൽ എനിക്ക് രക്ഷയില്ല എന്ന്, ഞാൻ ദുർഭകനായ മനുഷ്യൻ, ആരെനിക്ക് വിമോചനമരുളുമെന്ന് പറയുന്ന പൗലോസ്ലിയുടെ വാക്കുകൾ ആവർത്തിച്ച് പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് പോകുന്ന എൻ്റെ മക്കൾക്ക് നിൻ്റെ കരുണയും സ്നേഹവും മനസ്സിലാക്കാൻ ഈശോയെ നീ ഇടവരുത്തണമേ. അങ്ങനെ നിൻ്റെ സമാധാനം, നിൻ്റെ ശാന്തി, നിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് തരണമേ. അതിനായി നീ എടുത്ത നിൻ്റെ പീഡ, കുരിശുമരണം ഞങ്ങൾ ഈ സ്നേഹത്തോടെ നന്ദിയോടെ അനുസ്മരിക്കുന്നു. നിൻ്റെ പാദത്തിങ്കൽ എൻ്റെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളും ഭാരങ്ങളും ഇറക്കി വയ്ക്കുന്നു. ഈശോയെ നീ എന്നെ ആശ്വസിപ്പിക്കണമേ, സുഖപ്പെടുത്തണമേ. ആരൊക്കെ ഉപേക്ഷിച്ചാലും, ആരൊക്കെ എന്നെ വെറുത്താലും, എന്നെ സ്നേഹിക്കുന്ന, എന്നെ കാത്തിരിക്കുന്ന നിൻ്റെ വലിയ സ്നേഹത്തെ ഈശോയെ ഞാൻ ഓർക്കുന്നു. ജീവിതത്തിൽ തളരാതെ മുന്നോട്ട് പോകാൻ, പതറാതെ ഞങ്ങളുടെ ജീവിത വ്യാപാരങ്ങളിൽ ഏർപ്പെടാൻ, മറ്റാര് എന്നെ വിധിച്ചാലും എൻ്റെ തമ്പുരാൻ എന്നെ കൈയൊഴിയില്ല എന്നുള്ള വലിയ സ്നേഹം, ബോധ്യം ഞങ്ങൾക്ക് തരണമേ. ഈശോയെ ഒരു നാളും അങ്ങയിൽ നകന്നു പോകാൻ എന്നെ ഇടവരുത്തരുതേ. നിൻ്റെ വലിയ സ്നേഹത്തെ, നിൻ്റെ വലിയ കാരുണ്യത്തെ ഓരോ നിമിഷവും അനുസ്മരിക്കാൻ എന്നെ സഹായിക്കണമേ. മനസ്സ് ദുർബലമാകുമ്പോൾ, ജീവിതത്തിൽ നൈരാശ്യമേറുമ്പോൾ, മറ്റെല്ലാവരും എന്നെ പഴി പറഞ്ഞ് പുറത്താക്കുമ്പോൾ, എന്നെ സ്വീകരിക്കുന്ന
രണ്ട് കൈയും വിരിച്ച് എന്നെ കാത്തിരിക്കുന്ന നിൻ്റെ വലിയ കാരുണ്യത്തെ ഈ സമയം ഓർക്കുന്നു. ഞാൻ നിൻ്റെ മകനാണ് ഈശോയെ. ഞാൻ ദാസനെ പോലെയല്ല, സ്വന്തം പുത്രനെ പോലെ. ദൂർത്തടിച്ചപ്പോഴും അകന്നുപോയപ്പോഴും ദാരിദ്ര്യം അനുഭവിച്ചപ്പോഴും ഈശോയെ, ഞാൻ നിന്നെ മറന്നപ്പോഴും നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ അടുത്തുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ സുബോധം നഷ്ടപ്പെട്ടു. എങ്കിലും നീ എന്നെ തഴഞ്ഞില്ല, എന്നെ കാത്തിരുന്നു. ആ വലിയ സ്നേഹത്തെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. തമ്പുരാനെ, നിൻ്റെ അന്വേഷിക്കുന്ന സ്നേഹത്തെ, നിൻ്റെ ഉപേക്ഷിക്കാത്ത സ്നേഹത്തെ, തിരഞ്ഞെടുക്കുന്ന സ്നേഹത്തെ, ചളി പുരണ്ട് നഷ്ടപ്പെട്ടു പോയ എൻ്റെ ജീവിതത്തെ കഴുകി വെടുപ്പാക്കി മാണിക്യക്കല്ലായി മാറ്റിയെടുത്ത നിൻ്റെ വലിയ സ്നേഹത്തെ, കരുണയെ ഞാൻ ഈ സമയം പ്രകീർത്തിക്കുന്നു. തമ്പുരാനെ, ഒരു നാളും ഇനി എൻ്റെ ജീവിതത്തിൽ നിന്നെ ഞാൻ മറക്കില്ല. ഒരു നാളും നീ എനിക്ക് നൽകിയ സ്നേഹം ഞാൻ ഉപേക്ഷിക്കില്ല. ഒരു നാളും നിൻ്റെ വഴി മറന്ന് ഞാൻ പതറിപ്പോവുകയില്ല. നിൻ്റെ ശക്തി എനിക്ക് അത്യാവശ്യമാണ്. എൻ്റെ ബലഹീനതയിൽ നിൻ്റെ ശക്തിയാണ് എന്നെ തളർത്താതെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത്. തമ്പുരാനെ, നിൻ്റെ വലിയ സ്നേഹത്തെ പ്രകീർത്തിക്കുന്നു. നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, വലിയ നിൻ്റെ സ്നേഹത്തെ ഞാൻ ഈ കുരിശിൽ കാണുന്നു. എന്നിലേക്ക് നോക്കുക, നീ പ്രശോഭിക്കും, പ്രകാശിക്കും എന്നുള്ള നിൻ്റെ വചനം ഞാൻ മനസ്സിലാക്കി. മറ്റുള്ളവരിലേക്ക് നോക്കിയപ്പോൾ ഞാൻ കുറ്റക്കാരനായി, മറ്റുള്ളവരിലേക്ക് നോക്കി ഞാൻ താരതമ്യം ചെയ്തു. പക്ഷേ നിന്നിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് ആശ്വാസമുണ്ടായി. എന്നെ സുഖപ്പെടുത്തണമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ, എന്നെ ആശ്വസിപ്പിക്കണമേ. നല്ല തമ്പുരാനെ, നിന്നെ രക്ഷകനായി, നിന്നെ മിശിഹായായി, നിന്നെ യേശു ക്രിസ്തുവായി ഞാൻ ഏറ്റുപറയുന്നു. ഒരു നാളും കൈവിടാത്ത നിൻ്റെ വലിയ കാരുണ്യത്തെ പ്രകീർത്തിക്കുന്ന ദിവ്യകാരുണ്യത്തിലൂടെ നിന്നെ സ്വീകരിച്ച് അനുദിന ജീവിതത്തിൽ ശക്തി സംഭരിക്കാൻ ഈശോയെ എന്നെ ഇടവരുത്തണമേ. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലൂടെ നിൻ്റെ കാരുണ്യത്തെ പ്രകീർത്തിക്കാനും നിന്നെ സ്തുതിക്കാനും ദൈവമകളുടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനും എന്നെ സഹായിക്കണമേ. സാത്താൻ്റെ മകനേക്കാൾ ദൈവത്തിൻ്റെ മകനായി കഴിയാൻ എനിക്ക് സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്. അരൂപിയാൽ നിറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പാപത്തിൻ്റെ കെട്ടുപാടിനേക്കാൾ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം ഞാൻ അനുഭവിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ പാപവഴികളിൽ നിന്നകന്ന് വിശുദ്ധമായി കഴിയാൻ കർത്താവെ എന്നെ സഹായിക്കണമേ. ദൈവാത്മാവിനാൽ നിറഞ്ഞ് ദൈവപുത്രനും ദൈവപുത്രിയുമായി നിന്നെ പിതാവേ എന്ന് വിളിക്കാനും സമൂഹത്തിൽ നന്മ ചെയ്യാനും വിശുദ്ധമായി ജീവിക്കാനും ഈശോയെ എന്നെ സഹായിക്കണമേ. നീ എനിക്ക് നൽകിയ ഈ വലിയ അനുഗ്രഹത്തെ ഞാൻ പ്രകീർത്തിക്കുന്നു, നന്ദിയോടെ അനുസ്മരിക്കുന്നു, നിൻ്റെ സ്നേഹത്തെ പ്രകീർത്തിക്കുന്നു. കർത്താവെ, അങ്ങേക്ക് 1000 നന്ദി. ഈ പൗരോഹിത്യം കർത്താവെ ഒരു നാളും നിൻ്റെ സ്നേഹത്തിന് കരുണയെ മറയ്ക്കുന്നതാകാതിരിക്കട്ടെ. നിൻ്റെ അരികിലേക്ക് വരുന്ന എല്ലാ പാപികളെയും എല്ലാ വ്യക്തികളെയും നിൻ്റെ പാദത്തിങ്കിലേക്ക് നിൻ്റെ സ്നേഹത്തിലേക്ക് നയിക്കാൻ ഇടവരുത്തണമേ. നീ നൽകിയ പൗരോഹിത്യം ഈ ഭൂമിയിലെ പാപത്തിൻ്റെ കെട്ടഴിക്കാനും സ്നേഹത്തിൻ്റെ നന്മയിലേക്ക് നയിക്കാനും ഇടവരുത്തുന്ന വലിയ ഒരു മാർഗമായി തന്നതിന് 1000 നന്ദി പറയുന്നു. മനസ്സിൻ്റെ ഭാരം നീക്കി പാപത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് അഴിഞ്ഞു സ്വതന്ത്രരായി സ്നേഹിക്കുന്ന നന്മ ചെയ്യുന്ന വിശുദ്ധമായ സമൂഹമായി വ്യക്തിയായി ജീവിക്കാൻ ഈശോയെ ഇടവരുത്തണമേ. ഓരോ പ്രാവശ്യവും ഞാൻ എൻ്റെ പാപങ്ങളേറ്റു പറയുമ്പോൾ ആത്മാവിനാൽ നിറയുന്ന സമയമാണ്. ജഡത്തിൻ്റെ പ്രവൃത്തികൾ ഉപേക്ഷിച്ച് ആത്മാവിൽ ജീവിക്കുന്ന സമയമാണ്. അങ്ങനെ ആത്മാവിനാൽ നിറഞ്ഞ് വിശുദ്ധമായ ജീവിതം വഴി ഈശോയെ നിന്നെ പ്രകീർത്തിക്കുവാൻ, നിനക്ക് വേണ്ടി നല്ല സാക്ഷിയായി ജീവിക്കാൻ ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ. അതിനായി ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ പാതകളെ പിൻചെല്ലാൻ ആവശ്യമായ കൃപ ഞങ്ങൾക്ക് തരണമേ. ഓരോ പ്രാവശ്യവും നിൻ്റെ കാരുണ്യത്തെ സ്നേഹത്തെ പ്രകീർത്തിക്കുന്ന ഈ കൂദാശ ഞാൻ സ്വീകരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിന് ഒരു ആയുസ് വർദ്ധിക്കുന്നത് പോലെ എൻ്റെ മനസ്സിൻ്റെ സൗന്ദര്യം വർദ്ധിക്കുന്നു, എൻ്റെ
ആത്മാവിൽ വലിയ ആനന്ദം ഞാൻ അനുഭവിക്കുന്നു. ഈശോയെ, നിൻ്റെ സാന്നിധ്യമാണ് ഞാൻ അനുഭവിക്കുന്നത്. മനുഷ്യരായ വൈദികരിലൂടെ എൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നിൻ്റെ ഈ കരുണയും സ്നേഹവും അനുഭവിക്കാൻ ഇടവരുത്തിയ നിൻ്റെ വലിയ സ്നേഹത്തെ ഞാൻ പ്രകീർത്തിക്കുന്നു. അനന്തമായ ആ വലിയ കൃപയെ ഞാൻ കാണുന്നു. നിൻ്റെ വലിയ മനസ്സ് ഞാൻ അറിയുന്നു. എത്ര വലിയ പാപമാണെങ്കിലും കർത്താവെ, നിൻ്റെ അരികിലേക്ക് വരാൻ മടിക്കരുത് എന്ന് നീ എന്നെ ഓർമ്മപ്പെടുത്തി. അതിനാൽ തന്നെ പാപത്തിൻ്റെ എണ്ണമല്ല, മനസ്സാണ് ദൈവമേ നോക്കുന്നത്. ഞാൻ എന്തുമാത്രം മലിനതയുള്ള ആളാണെങ്കിലും ഈശോയെ, നിൻ്റെ തിരുരക്തത്താൽ എന്നെ കഴുകി വെടിപ്പാക്കണമേ. ഞാൻ എന്തുമാത്രം ഭാരം വഹിച്ചാലും നീ എൻ്റെ പാപഭാരങ്ങൾ ഏറ്റെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആകയാൽ തമ്പുരാനെ, എനിക്ക് നല്ല പാപബോധവും അനുതാപ ചിന്തയും നൽകി എന്നെ കാത്തുകൊള്ളണമേ. അനുതാപത്തിൻ്റെ ഈ കൂദാശ സ്വീകരിച്ച് നിന്നെ അനുഗമിക്കാൻ എന്നെ സഹായിക്കണമേ. നിൻ്റെ വഴിയിൽ നിന്ന് അകന്നു പോകുന്ന സമയത്ത് ആത്മാവിൻ്റെ പ്രേരണയാൽ അനുതാപത്തിൻ്റെ ചിന്ത നൽകി, അനുതാപത്തിൻ്റെ ഹൃദയവികാരം നൽകി, ഹൃദയലാളിത്യത്തോടെ നിൻ്റെ പാദത്തിങ്കിൽ വന്ന് പൊട്ടിക്കരയാൻ കർത്താവേ എന്നെ ഒരുക്കണമേ. നീ അത് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. നീ എന്നെ കാത്തിരിക്കുന്നു. ഒരു നാളും നിന്നെ ഉപേക്ഷിക്കാൻ, അകന്നു പോകാൻ ഇടവരുത്തരുത്. ജീവിതകാലം മുഴുവൻ നിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ ഈശോയെ എന്നെ സഹായിക്കണം. ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ ഈ ആഗ്രഹങ്ങൾ, എൻ്റെ ഈ കൃതജ്ഞത കർത്താവെ അങ്ങ് കേൾക്കുമാറാകണമേ. മനുഷ്യ പാപത്തിൻ്റെ പരിഹാരാർത്ഥം കുരിശിൽ മരിച്ചു നിൻ്റെ വലിയ കാരുണ്യത്തെ ഓർക്കുന്ന ഈ സമയത്ത് ദൈവമേ, നിന്നെ മറന്നവരും നിന്നെ ഉപേക്ഷിച്ചവരും, ലോകത്തിൻ്റെ സന്തോഷങ്ങളിൽ മുഴുകി ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരും, സമ്പത്തിലും മറ്റു കാര്യങ്ങൾക്കും സമയം ചെലവഴിച്ച് നീ നൽകിയ വലിയ സാന്നിധ്യത്തെ മറന്നവരെയും കർത്താവെ തിരിച്ച് നിന്നിലേക്ക് കൊണ്ടുവരണമേ. മനസ്സിൻ്റെ കാഠിന്യം മൂലം അങ്ങേ ധിക്കരിച്ച് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന മക്കൾക്ക്, ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട് ദൈവസ്നേഹത്തെ മനസ്സിലാക്കാൻ കഴിയാത്ത അവരുടെ കഠിന ഹൃദയത്തെ ഒരുക്കി വാർക്കണമേ, നിർമ്മലമാക്കണമേ. ആർദ്രത നൽകി അവരെ കാത്തുകൊള്ളണമേ. ഈശോയെ, നിൻ്റെ സ്നേഹം ഇനിയും അനുഭവിച്ചറിഞ്ഞില്ലാത്ത മക്കൾക്ക് അത് മനസ്സിലാക്കാനുള്ള വലിയ കൃപ കർത്താവ് അങ്ങ് നൽകണമേ. വചനത്തിലൂടെ നീ വെളിപ്പെടുത്തുന്ന ആ വലിയ ദൈവസ്നേഹത്തെ വായിച്ചറിയാൻ അവരുടെ കണ്ണുകൾ തുറക്കണമേ. നിൻ്റെ വചനം കേൾക്കാൻ അവരുടെ കാതുകളെ തുറക്കണമേ. ഇനിയും നിൻ്റെ കരുണയിലേക്ക്, അനുകമ്പയിലേക്ക് എത്തിച്ചേരാത്ത അവരുടെ ഹൃദയങ്ങളെ ഈശോയെ നീ മെഴുകുപോലെ ഉരുക്കണമേ. അങ്ങനെ കണ്ണ് കണ്ടിട്ടില്ലാത്ത, കാത് കേട്ടിട്ടില്ലാത്ത, ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്ത ആ സൗഭാഗ്യത്തിലേക്ക് എത്തിച്ചേരാൻ ഈശോയെ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഈശോയെ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ.